Hi friends, welcome back. ഈ അടുത്ത കാലത്ത് നിങ്ങളിൽ ഏറ്റവും കൂടുതൽ പേര് ആവശ്യപ്പെട്ട രണ്ടാമത്തെ ഫോണാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ Moto Edge 40. അപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ട ഒന്നാമത്തെ ഫോൺ ഏതാണെന്നാണോ? അത് Lava Agni 2 ആണ്. ഇന്ത്യൻ ഫോൺ. ചൈനീസ് ഫോണുകൾ വേണ്ട എന്ന് ചിന്തിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇന്ത്യൻ ഫോൺ വേണമെന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ചെക്ക് ചെയ്യേണ്ടുന്ന ഒരു ബെസ്റ്റ് ഫോണാണ്. ഇതിന്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, ലിങ്ക് ഐക്കണിലുണ്ട് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുണ്ട്, കാണാൻ മറക്കണ്ട. ഇന്ന് ആ രണ്ടാമത്തെ ഫോണായ എഡ്ജ് 40 എന്താണ് ഇതിന് ഇത്രയും ഹൈപ്പ്? എക്സ്ട്രാ ഓർഡിനറി, ഔട്ട്സ്റ്റാൻഡിങ്, അങ്ങനെ ഒട്ടനവധി വിശേഷണങ്ങൾ ഈ ഒരു ഫോണിന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഭയങ്കര സംഭവമാണെന്നുള്ള രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത്. സോ ഈ ഫോൺ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എന്താണ് എനിക്ക് തോന്നിയത്? ഇതിൻ്റെ ഓരോ ഭാഗത്തുമുള്ള പ്രോസ് ആൻഡ് കോൺസ്, ഗുണങ്ങളും ദോഷങ്ങളും, രണ്ട് വശങ്ങളും ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. സോ ഇത് വാങ്ങിക്കാനുള്ള ഐഡിയ നിങ്ങളുടെ മനസ്സിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കിക്കോളൂ. ആദ്യത്തെ ഒരു നല്ല കാര്യം, ഇതിൻ്റെ പാക്കിംഗ് വളരെ ഡീസൻ്റ് ആയ പേപ്പർ പാക്കിംഗ് ആണ്. ഒരു തരത്തിലുള്ള പ്ലാസ്റ്റിക് ഉപയോഗിച്ചിട്ടുള്ള റിയൽ ആയിട്ടുള്ള പ്രകൃതി സ്നേഹം നമുക്കിവിടെ കാണാം. ചാർജർ വെച്ചിട്ടുണ്ട്, ചാർജർ എടുത്ത് കളഞ്ഞിട്ടുള്ള സ്നേഹമല്ല. കേസ് ഉണ്ട്, ഡോക്യുമെന്റേഷൻ ഉണ്ട്, അതേപോലെ സിം ടൂള്, 68 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ, ടൈപ്പ് സി ടു സി കേബിൾ, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ബോക്സ് അങ്ങനെയാണ്, നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഫോണിന്റെ കാര്യത്തിൽ ഏറ്റവും ആദ്യമായിട്ട് എല്ലാവരും വളരെ ഇംപ്രസീവ് ആയിട്ട് പറയുന്ന ഒരു കാര്യം ഇതിന്റെ ഡിസൈൻ ആണ്. ആ കാര്യത്തിൽ എനിക്കും തർക്കമില്ല. വളരെ ലൈറ്റ് വെയിറ്റ് ആൻഡ് കംഫർട്ടബിൾ ആയ, വളരെ ഡീസന്റ് ആയ, ഗംഭീരമായ ഡിസൈൻ എന്ന് തന്നെ പറയാം. കാരണം 7.58 mm തിക്നെസ്സേ വരുന്നുള്ളൂ, 171 ഗ്രാമേ ഇതിന്റെ വെയിറ്റ് വരുന്നുള്ളൂ. കെർവ്ഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു. ബാക്ക് സൈഡും ഇച്ചിരി കെർവ്ഡ് ആണ്. കയ്യിൽ പിടിക്കാനൊക്കെ വളരെ കംഫർട്ടബിൾ ആണ്. ഒരു തരത്തിലുള്ള ഇഷ്യൂസും ഇല്ല. പക്ക സെറ്റ്, വളരെ ലൈറ്റ് വെയിറ്റ് ആയ ഒരു ഫോണാണ്. IP68 വാട്ടർ റേറ്റിംഗും കാര്യങ്ങളും വരുന്നുണ്ട്. ഈ റേറ്റിൽ, അതായത് 30,000 താഴെ IP68 റേറ്റിംഗ് തീർച്ചയായിട്ടും നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ തന്നെ കൊടുത്തിരിക്കുന്നു. അതും ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഗൊറില്ല ഗ്ലാസിന്റെ പ്രൊട്ടക്ഷൻ ആണോ, എന്ത് തരം പ്രൊട്ടക്ഷൻ ആണ് ഫ്രണ്ട് ഡിസ്പ്ലേയിൽ കൊടുത്തിരിക്കുന്നത് എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. കിട്ടുന്ന വഴിക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം, ചെക്ക് ചെയ്ത് നോക്കുക. റിയർ സൈഡിൽ വേഗൻ ലെതർ ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിന് പ്ലാസ്റ്റിക് പോലത്തെ ഒരു PMMA ഫിനിഷും കൂടി ഉണ്ട്. ബട്ട് ഇത് ലെതർ ഫിനിഷ് ആണ്. പ്രശ്നമൊന്നുമില്ല, ഫിംഗർ പ്രിന്റ് ഒന്നും പിടിക്കുന്നില്ല, നന്നായിരിക്കുന്നു. ഇതിലാകെ ഈ ഭാഗത്ത് എനിക്ക് പോരായ്മയായിട്ട് തോന്നിയ ഒരേ ഒരു കാര്യം, ഇതിന്റെ പോർട്സ് ആൻഡ് ബട്ടൺസിലേക്ക് വരുമ്പോൾ താഴെ സിം ട്രേ, ടൈപ്പ് സി പോർട്ട്, മെയിൻ മൈക്രോഫോൺ, സ്പീക്കർ ഗില്ല്, റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, വോളിയം ബട്ടൺ, മുകളിൽ ഡോൾബി അറ്റ്മോസ് ബ്രാൻഡിങ്, നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ, റിയർ സൈഡിലും മൈക്രോഫോൺ അടങ്ങുന്ന ക്യാമറ മോഡ്യൂൾ, മൊത്തത്തിൽ എല്ലാം ഉണ്ട്. ഒരു കാര്യം മാത്രമാണ് ഇവിടെ മിസ്സിംഗ്, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടക്കേട് തോന്നിയ ഒരു കാര്യം. ബട്ട് അത് നല്ലതാണ്, ഫ്യൂച്ചറിസ്റ്റിക് ആണ്. സിം ട്രേ സിംഗിൾ സിം ആണ് വരുന്നത്. ഒരു സിം ഇടാൻ പറ്റുള്ളൂ. മറ്റേ സിം ഡുവൽ സിം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറ്റേ സിം എന്ന് പറയുന്നത് ഈ സിം ആണ്. സോ നിങ്ങൾ രണ്ട് ഫിസിക്കൽ സിം ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സിമ്മേ ഇതിൽ ഇടാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം മറക്കണ്ട. പക്ഷേ ഈ സിം എന്ന് പറയുന്നത് ഫ്യൂച്ചറിസ്റ്റിക് ആണ്. ഈ റേഞ്ചിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഗതി വരുന്നത്. ഇത് നല്ല വശമാണ് ഈ ഫോണിൻ്റെ. ഇനി അങ്ങോട്ട് ഈ സിമ്മൊക്കെ ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത്, ഫിസിക്കൽ സിം ഒന്നും അല്ല. സോ അതുകൊണ്ട് ഇത് മോശമല്ല. ബട്ട് കൺവീനിയൻസിൻ്റെ ഭാഗത്ത് എനിക്ക് ഇപ്പോഴേക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ടാണ് തോന്നിയത്. സോ നിങ്ങൾക്കിത് എങ്ങനെ എന്നുള്ളത് തീർച്ചയായിട്ടും ചിന്തിച്ച് നോക്കണം. സോ മൊത്തത്തിൽ ഡിസൈനും കാര്യങ്ങളും ഗംഭീരമായിരിക്കുന്നു ഈ ഫോണിൻ്റെ. ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇനി ഇതിൻ്റെ ഉള്ള ഫിസിക്കൽ സിം ഒരെണ്ണം ഞാൻ ഇട്ട് നോക്കി. എയർടെൽ സിമ്മാണ് ഞാനതിൽ ഉപയോഗിക്കുന്നത്. പ്രൈമറി സിം എയർടെൽ സിമ്മാണ്. അപ്പോൾ അത് ഇതിലേക്ക് ഞാൻ ഇട്ടു. 5G 14 5G ബാൻഡ് അടങ്ങുന്ന 5G സപ്പോർട്ട് ഉണ്ട്. ഇതിന് മുമ്പ് ഒരു ഫോണിൽ നമ്മൾ 5G ടെസ്റ്റ് നടത്തി നോക്കിയപ്പോൾ 400 ചില MB/s ആണ് സ്പീഡ് കിട്ടിയത്. ഇതിൽ നമ്മൾ സ്പീഡ് ടെസ്റ്റ് നടത്തി നോക്കി. നിങ്ങൾക്ക് ഇവിടെ കാണാം, യാതൊരു ഇഷ്യൂസും ഇല്ലാതെ ഡീസൻ്റായ നെറ്റ്വർക്ക് റിസപ്ഷനും കാര്യങ്ങളുമാണ് കിട്ടുന്നത്. 500 ചില MB/s നമുക്ക് സ്പീഡ് എയർടെൽ 5Gയിലൂടെ കിട്ടുന്നുണ്ട്. സോ നെറ്റ്വർക്ക് റിസപ്ഷനിലും കാര്യങ്ങളിലും യാതൊരു ഇഷ്യൂസും ഇല്ല, പക്ക സെറ്റാണ്. ഇനി ഇതിൻ്റെ പെർഫോമൻസ്, മീഡിയാടെക്കിൻ്റെ ഡയമൻസിറ്റി 8020 എന്ന് പറയുന്ന പ്രോസസ്സറാണ്. യാതൊരു ഇഷ്യൂസും ഇല്ല, ഡീസൻ്റായ പെർഫോമൻസ്. ഗെയിമിംഗ് അടക്കമുള്ള കാര്യങ്ങളിൽ ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും ഇല്ലാതെ ഡീസൻറ്റ് പെർഫോമൻസ് ആണ് കിട്ടിയത്. നിങ്ങൾക്ക് ഇവിടെ കാണാം, എല്ലാതരം ഭാഗങ്ങളിലും വളരെ സ്മൂത്തായിട്ട് പെർഫോമൻസ് കിട്ടുന്നുണ്ട്. യാതൊരു ഇഷ്യൂസും ഇല്ല. LPDDR4X RAM ആണ് വരുന്നത്. UFS 3.1 സ്റ്റോറേജ് ആണ് വരുന്നത്. ആൻഡ്രോയിഡ് 13 വരുന്നത്. 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ഉണ്ട്. ഹൈപ്പർ ക്രിസ്റ്റൽ ഗ്രാഫൈറ്റ് കൂളിംഗ് സിസ്റ്റം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേറെ ഹീറ്റിംഗ് ഇഷ്യൂ പോലുള്ള കാര്യങ്ങളൊന്നുമില്ല. ഞാൻ കോൾ ഓഫ് ഡ്യൂട്ടി അടക്കമുള്ള ഗെയിമുകൾ നന്നായിട്ട് കളിച്ച് നോക്കി. ഇന്ന് വീഡിയോ ചെയ്യുമ്പോൾ BGMI ലോഞ്ച് ആയിട്ടുണ്ട്. BGMI ഇൻസ്റ്റാൾ ചെയ്തെങ്കിൽ എനിക്ക് ഇതിൽ കളിക്കാൻ പറ്റിയില്ല. S23 അൾട്രയിൽ മാത്രം അത് കിട്ടിയുള്ളൂ, എനിക്ക് ഇതിൽ കിട്ടിയില്ല. സോ BGMI കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇവിടെ ഞാൻ കൊടുത്തേക്കാം. സെക്കൻഡ് ചാനലിലാണ്, ഇതിൽ ചെയ്തിട്ടില്ല. വേണമെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം, BGMI കളിക്കുന്ന ആൾക്കാർക്ക്. എന്തായാലും ഇതിൽ BGMI കളിക്കാൻ പറ്റിയില്ല. കോൾ ഓഫ് ഡ്യൂട്ടി നൈസായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. സോ പെർഫോമൻസ് വൈസ് യാതൊരുവിധ ഇഷ്യൂസും ഇല്ല, ഡീസൻ്റായ പെർഫോമൻസ്. പക്ഷേ ഇവിടെ 2 ചോദ്യം നിങ്ങളിൽ പലരും ചോദിച്ചിട്ടുണ്ട്. അത് ഒന്ന്, ഇത് ഏത് റേഞ്ചിൽ വരും? സ്നാപ്ഡ്രാഗൺ പ്രോസസ്സറുമായി കമ്പയർ ചെയ്ത് നോക്കിയാൽ ഏത് സ്നാപ്ഡ്രാഗൺ പ്രോസസ്സറിൻ്റെ റേഞ്ചിൽ വരും? രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഗെയിമിങ്ങിനൊക്കെ ഇത് അടിപൊളിയാണോ? ഈ 2 ചോദ്യത്തിനുള്ള ആൻസർ പറഞ്ഞിട്ട് നമുക്ക് ഈ ഭാഗം ക്ലോസ് ചെയ്യാം. ഗെയിമിങ്ങിന് ഇത് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗെയിമിങ്ങിന് ഓക്കെയാണ്, വിഷയമില്ല. പക്ഷേ
ഗെയിമിംഗ് ആണ് നിങ്ങളുടെ പ്രയോറിറ്റി എങ്കിൽ ഈ ഫോണല്ല ഈ റേഞ്ചിൽ എടുക്കേണ്ടത്. ഇതിനേക്കാൾ എത്രയോ ബെറ്ററാണ് iQOO Neo 7. കാരണം അതിൽ ഇതിനേക്കാൾ ബെറ്ററായ 8200 എന്ന് പറയുന്ന MediaTek പ്രോസസ്സറാണ്. ഇതിനേക്കാൾ മികച്ച പെർഫോമൻസ് ഉണ്ട്. അത് 4nm പ്രോസസ് ടെക്നോളജി ഉള്ള ബെറ്റർ പ്രോസസ്സറാണ്. ഇത് 6nm പ്രോസസ്സാണ്. ഇതിനേക്കാൾ നല്ലത് അതാണ്. 5000 mAh കൂടിയ ബാറ്ററി ലൈഫ് നിങ്ങൾക്ക് ആ ഒരു ഫോൺ തരും. പ്ലസ് ഫാസ്റ്റ് ആയിട്ട് 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ കൊണ്ട് ഫാസ്റ്റ് ആയിട്ട് ചാർജ് ചെയ്യാം. സോ ഈ പ്രൈസിൽ ഗെയിമിംഗ് ആണ് പ്രയോറിറ്റി എങ്കിൽ അതെടുക്കുക. അതിലെല്ലാം ഡീസൻ്റ് ആയിട്ടുണ്ട്. ക്യാമറ അടക്കം എല്ലാ കാര്യങ്ങളും ഡീസൻ്റ്. ഒരു ഓൾറൗണ്ടർ പ്ലസ് ഗെയിമിംഗ് ഓറിയന്റഡ് ഫോണാണ്. അതല്ല ഒരു ഓൾറൗണ്ടർ ഫോൺ പ്ലസ് അതിൽ ഗെയിമും കളിക്കണം എന്നാണെങ്കിൽ ഇതും ഓക്കെ ആണ്. ഓക്കെ, ഇനി സ്നാപ്ഡ്രാഗൺ പ്രോസറിന്റെ ഏത് റേഞ്ച് വരുമെന്ന് ചോദിച്ചാൽ സ്നാപ്ഡ്രാഗൺ 778-നേക്കാൾ ബെറ്റർ പ്രോസറാണ്. എന്നാൽ 870 അത്രയും മികച്ചതല്ല. ഓക്കെ, അത് രണ്ടിൻ്റെയും ഇടയിലായിട്ടാണ് വരിക. സോ അപ്പോൾ പെർഫോമൻസിന്റെ ഭാഗത്ത് ഒരു ഐഡിയ കിട്ടിയല്ലോ. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല, ഡീസന്റ് പെർഫോമൻസ് ആണ്. ഇനി ഇതിന്റെ ബാറ്ററിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 4400 mAh ബാറ്ററിയാണ്. 68 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് കൊണ്ട് വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 15 വാട്ടിന്റെ ഈ സെഗ്മെന്റിൽ ആദ്യമായിട്ടാണ് ഒരു ഫോൺ വയർലെസ് ചാർജിംഗ് 15 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് ആയിട്ട് വരുന്നത്. സോ തീർച്ചയായിട്ടും ഒരു തംസ് അപ്പ്. സത്യത്തിൽ 32-33 റേഞ്ചിൽ ഇറങ്ങിയ നത്തിങ് ഫോൺ 1 ഇതുണ്ടായിരുന്നു. പക്ഷെ അത് ആ റേഞ്ചിൽ ഇറങ്ങിയതാണ്. ഇപ്പോൾ വില കുറഞ്ഞിട്ട് 30 താഴെ കിട്ടുന്നുണ്ട്. സോ ഇപ്പോൾ 2 ഫോണുകളായി നമുക്ക് വയർലെസ് ചാർജിംഗ് ഉള്ളത്. നത്തിങ് ഫോൺ 1 ഇതിൽ 2 ഉണ്ട്. ബട്ട് ഈ സെഗ്മെന്റിൽ ഇറങ്ങുന്ന ഫോൺ നോക്കുമ്പോൾ ഇതാണ് ആദ്യമായിട്ട് 15 വാട്ടിന്റെ വയർലെസ് ചാർജിംഗുമായിട്ട് വരുന്നത്. ഇത് കൂടിയ വിലയ്ക്ക് ഇറങ്ങിയതാണ്. ഇപ്പോൾ വില കുറഞ്ഞിട്ടാണ് വന്നിട്ട് നത്തിങ് ഫോൺ 29 രൂപയ്ക്ക് പറ്റോ കിട്ടുന്നത്. ഓക്കെ, സോ അത് സെഗ്മെന്റ് ഫസ്റ്റ് ആണ് വയർലെസ് ചാർജിംഗ് 15 വാട്ട്. സോ ബാറ്ററി ആൻഡ് ചാർജിംഗ് ഡീസന്റ് സെറ്റപ്പ് ആണ്, ഒരു ഇഷ്യൂസും പറയാനില്ല. ഇനി ഇതിന്റെ ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു കംപ്ലൈന്റും പറയാനില്ലാത്ത നല്ല ഒന്നാം തരം ഡിസ്പ്ലേ ആണ്. അത് മറ്റു പലരും പറഞ്ഞ് ഞാൻ എഗ്രി ചെയ്യുകയാണ്. സംഗതി ഗംഭീരം. നിങ്ങൾക്ക് ഇവിടെ കാണാം 144 ഹെർട്സിന്റെ 3D കർവ്ഡ് POLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 1200 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട്. ഔട്ട്ഡോർ വിസിബിലിറ്റിക്ക് ഒന്നും യാതൊരു ഇഷ്യൂ ഇല്ല. സോ മൊത്തത്തിൽ ഡിസ്പ്ലേ മനോഹരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. യൂട്യൂബിലൊക്കെ മാക്സിമം റെസൊല്യൂഷനിൽ വീഡിയോ കാണാം. ഈ കാണുന്ന തരത്തിൽ നെറ്റ്ഫ്ലിക്സിൽ HDR സപ്പോർട്ട് ചെയ്യുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ആമസോൺ പ്രൈമിലും നെറ്റ്ഫ്ലിക്സിലൊക്കെ HDR സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബട്ട് നെറ്റ്ഫ്ലിക്സിൽ ഞാൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അത് നോൺ എന്നാണ് കാണിക്കുന്നത്. ഒരുപക്ഷെ അപ്ഡേറ്റിൽ വരുമായിരിക്കാം. വരാതിരിക്കില്ല. സോ ഡിസ്പ്ലേയുടെ ഭാഗത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വെൽ ഒപ്റ്റിമൈസ്ഡ് ഡീസന്റ് ഡിസ്പ്ലേ. ഇനി അടുത്തത് ഇതിന്റെ ക്യാമറയാണ്. ക്യാമറ മെഗാ പിക്സലൊക്കെ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. ഇതിലെ ഒരു നല്ല ഭാഗം എന്ന് പറയുന്നത് എല്ലാത്തിലും മെയിൻ ക്യാമറയിലും വൈഡ് ആംഗിൾ ക്യാമറയിലും സെൽഫി ക്യാമറയിലും 4K ഷൂട്ട് ചെയ്യാം. അതും അത്യാവശ്യം സ്മൂത്ത് ആയിട്ട് ഷൂട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ കാണാം മെയിൻ ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റി അത്യാവശ്യം നല്ല വീഡിയോ ക്വാളിറ്റി 4K അത്യാവശ്യം സ്റ്റേബിൾ ആയിട്ട് തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാം. നന്നായിട്ടുണ്ടല്ലേ. വൈഡ് ആംഗിൾ ക്യാമറയിലും ഇതുപോലെ തന്നെ നമുക്ക് ഡീസൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ഷൂട്ട് ചെയ്യാം. ഒരു ഡീസൻ്റ് ആയ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് ഇത് ഓക്കെ ആവുന്നുണ്ടോ, ഡീസൻ്റ് ആയിട്ട് തോന്നുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. എന്തായാലും ഈ രീതിയിലുള്ള ഒരു റിസൾട്ട് കിട്ടുന്നു. വലിയ കുഴപ്പമൊന്നും പറയാനില്ല. ഹ്യൂമൻ സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ കാണുന്ന ഒരു ക്വാളിറ്റി ഈ കാണുന്ന തരത്തിലാണ്. വൈകിട്ട് ഒരു 5 മണിയോട് അടുത്തുള്ളൊരു ടൈമാണ്. അതുകൊണ്ടാണ് ആ ഒരു ലൈറ്റിൻ്റെ ഒരു സിറ്റുവേഷൻ. എന്തായാലും ഈ രീതിയിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ കാണുന്നത്. നിങ്ങൾക്കത് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇത് ഹ്യൂമൻ സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ അത്ര കണ്ടൊരു മികച്ച സെറ്റപ്പായിട്ട് എനിക്ക് തോന്നുന്നില്ല. സെൽഫി ക്യാമറയിലേക്ക് വരുമ്പോൾ ഈ കാണുന്ന തരത്തിലുള്ളൊരു ക്വാളിറ്റിയാണ്. സ്കിൻ ടോണും കാര്യങ്ങളൊന്നും അത്ര പെർഫെക്റ്റ് അല്ല. ഒരു ശരാശരി നിലവാരം അല്ലേ. ഇപ്പോൾ ഈ കണ്ട എല്ലാ വീഡിയോ സെക്ഷനും തീരെ മോശമെന്ന് പറയാനില്ല, ശരാശരി നിലവാരം തീർച്ചയായിട്ടും ഉണ്ട്. ഇമേജുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന തരത്തിലാണ് മെയിൻ ക്യാമറയുടെ ഇമേജുകൾ വരുന്നത്. ഹ്യൂമൻ സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ അത്യാവശ്യം ഡീസൻ്റ് ആയ ക്വാളിറ്റിയാണ്. നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ സ്കിന്നിൻ്റെ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത്ര കണ്ട് ഒരു മികച്ചതല്ല. വീണ്ടും ആ ഒരു വേർഡ് ശരാശരി എന്നുള്ളൊരു വേർഡ് തന്നെ ഉപയോഗിക്കേണ്ടി വരികയാണ്. ഈ ഒരു പ്രൈസിന് കാണുന്ന ആ ഒരു മികച്ച ലെവലില്ല. പകരം ആ ഒരു ശരാശരി നിലവാരമാണ് സെൽഫി ക്യാമറ അടക്കം എല്ലായിടത്തും നമുക്ക് കാണാൻ സാധിക്കുന്നത്. നോർമൽ ലാൻഡ്സ്കേപ്പ് ഇമേജുകളും കാര്യങ്ങളൊക്കെ കാണാം. വൈഡ് ആംഗിൾ ക്യാമറയും മെയിൻ ക്യാമറയും സൈഡ് ബൈ സൈഡ് ഞാൻ കാണിക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ലൈറ്റിലേക്ക് വരുമ്പോൾ പക്ഷേ കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റ് ആവുന്നുണ്ട്. ടെക്സ്ചറൊക്കെ സ്കിന്നിൻ്റെ ടെക്സ്ചറൊക്കെ നോക്കിയാൽ ഒന്നുകൂടി സോഫ്റ്റ് ആവുന്നു. എസ്പെഷ്യലി സെൽഫി ക്യാമറയിൽ സ്കിൻ ടോണൊക്കെ ഒന്നും കാണുന്നില്ല, ആകെ സോഫ്റ്റ് ആയി പോകുന്നുണ്ട്. സോ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻ എന്തായാലും തീരെ പോരാ എന്നാണ് എനിക്ക് തോന്നിയത്. കുറേ കൂടി ബെറ്റർ ആവാമായിരുന്നു. സോ മൊത്തത്തിൽ ഇതിൻ്റെ ക്യാമറ പെർഫോമൻസ് നോക്കുമ്പോൾ നമുക്ക് ഒരു ശരാശരി നിലവാരമാണ്. ഈ ഒരു വിലയ്ക്ക് ബെസ്റ്റ് എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥ തന്നെയാണുള്ളത്. സത്യത്തിൽ നിങ്ങൾക്ക് ഈ റേഞ്ചിൽ ഒരു ബെസ്റ്റ് ഫോൺ വേണം, ക്യാമറയ്ക്ക് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്നുവെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതിനേക്കാളൊക്കെ നല്ലത് നത്തിങ് ഫോൺ 1 ആയിരിക്കും എന്നാണ്. അല്ലെങ്കിൽ ഈ ഒരു റേഞ്ച് ക്യാമറയൊക്കെയാണ് ആവശ്യമുള്ളൂവെങ്കിൽ തന്നെ നിങ്ങൾക്ക് 30,000 കളയണ്ട. ഇതിനേക്കാൾ കുറഞ്ഞ വിലയിൽ വരുന്ന ഇതിൻ്റെ മുൻപത്തെ വെർഷൻ Edge 30 ഒട്ടും മോശമല്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ രണ്ടായാലും ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യുക, എന്നിട്ട് ചൂസ് ചെയ്യുക. സോ നത്തിങ് ഫോൺ 1, Edge 30 ഈ 2 ഫോണുകൾ ഒരു നല്ല ഓൾറൗണ്ടർ ഫോണുകളായിട്ട് നിങ്ങൾക്ക് പരിഗണിക്കാമെന്ന് തോന്നുന്നു. രണ്ടിൻ്റെയും പർച്ചേസിംഗ് ഞാനവിടെ കൊടുക്കാം. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ട് ചൂസ് ചെയ്യാം. എന്തായാലും ഇത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അതായത് ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. ഒരു സാമ്പിൾ ഒന്ന് കേട്ട് നോക്കാം.
അത്യാവശ്യം നല്ല ക്വാളിറ്റി അല്ലേ? എനിക്ക് ഓക്കെ ആയിട്ടാണ് തോന്നിയത്. അതേപോലെ തന്നെ റെഡി ഫോർ PC പോലുള്ള കാര്യങ്ങൾ, നമുക്ക് PC-യിലേക്കും TV-യിലേക്കും ഈസി ആയിട്ട് കണക്ട് ചെയ്യാനുള്ള സംവിധാനങ്ങൾ, ഫാമിലി സ്പേസ് പോലുള്ള കാര്യങ്ങൾ, തിങ്ക് ഷീൽഡിന്റെ പ്രൊട്ടക്ഷൻ, FM റേഡിയോ, ബ്ലൂടൂത്ത് 5.2 വരുന്നുണ്ട്, Wi-Fi 6 വരുന്നുണ്ട്, അങ്ങനെ അത്യാവശ്യം വേണ്ടുന്ന എല്ലാ ഘടകങ്ങളും ഉൾപ്പെടുന്നുണ്ട്. സോ മൊത്തത്തിൽ മോട്ടോ എഡ്ജ് 40 എന്ന ഈ ഫോണിലേക്ക് വരുമ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ, ക്യാമറ ഒരു ബെറ്റർ ആക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആർക്കും റെക്കമെൻഡ് ചെയ്യാവുന്ന ഒരു നല്ല ഫോണായിരിക്കും. ശരിയാണോ? എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത്? ഇതാണ് ഈ ഫോണിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. മൊത്തത്തിൽ നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റായി ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.